Hello everyone. I'm so glad to come and talk with you from God's Word about this Good Friday message from the Good Friday message. Okay? ഇന്ന് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സന്ദേശത്തെക്കുറിച്ച് നമ്മൾ അല്പനേരം ചിന്തിക്കാനായി പോവുകയാണ്. So what I want to share with you right now is, so many of the people have doubts about why Jesus Christ crucified. വാട്ട് വാസ് ഇറ്റ്സ് നീഡ് അല്ലേ? പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്: എന്തിന് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു? എന്തുകൊണ്ട് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു? എന്തിനു വേണ്ടി യേശു കർത്താവ് ക്രൂശിൽ ഈ കഷ്ടങ്ങൾ സഹിപ്പാനിടയായി? സോ ദർ ഈസ് ദ ആൻസർ, ക്ലിയർ ആൻസർ ഇൻ അവർ മിഡ്സ്റ്റ്, that why Jesus Christ suffered those suffering even way toward the cross. ക്രൂശോളം താൻ എന്തുകൊണ്ട് കഷ്ടം സഹിച്ചു എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. So to explain that, I just came right now to share from God's word. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് അല്പം സംസാരിക്കേണ്ടതിന് നിങ്ങളുടെ നടുവിൽ ഞാൻ വന്നിരിക്കുകയാണ്. So I just want to take your attention to some Bible passages. First of all, Romans chapter 5 verse 8. നമ്മൾ അതിനായി ചിന്തിക്കേണ്ടതിന് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. So when you read that scripture, you can understand, first of all, why Jesus Christ gave his life for the people, for the humanity. എന്തുകൊണ്ട് യേശു തൻ്റെ ജീവൻ ലോക ജനതയ്ക്ക് വേണ്ടി നൽകിയെന്ന് ചോദിച്ചാൽ, to reveal the love of God to the humanity. മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തേണ്ടതിന് യേശു കർത്താവ് ജീവൻ നൽകി സ്നേഹിച്ചു. He showed his love by giving his life for the worthless people. Okay, let's go to the scripture please. Romans chapter 5 verse 8. ഇവിടെ ദൈവവചനത്തിൽ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. Romans chapter 5 verse 8. Here the Bible says like this: But God demonstrates his own love toward us, in that while we were still sinners, Christ died for us. Okay? അതിന് മലയാളത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. So let me share this with you, my dear friends. For whom he showed his love. ആർക്കു വേണ്ടി ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു? So here the Bible is clearly says, for the unworthy people, those who are not devotees of him. തന്നെ സ്നേഹിക്കാത്തവർക്കു വേണ്ടി തൻ്റെ ജീവൻ നൽകി. When we think about our life, we were once without the love of Jesus. അല്ലേ? ഒരു കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? യേശുവിനെ കൂടാതെ ജീവിച്ചവരാണ്, യേശുവിൻ്റെ സ്നേഹത്തെ അറിയാതെ ജീവിച്ചവരാണ്. So for us also it was applicable. For whom he loved, for us, like sinners, he gave his life for the forgiveness of sins. പാപം ക്ഷമിക്കപ്പെടേണ്ടതിന് പാപികൾക്ക് വേണ്ടി തന്റെ ജീവൻ നൽകിയ യേശുവിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. So understand, for those who persecuted him, for those who speaking abusive words against Jesus, for every one of them Jesus gave his life for to save the people. Hallelujah. Forgive the people, heal the people. Hallelujah. തനിക്കെതിരായി നിൽക്കുന്നവർക്കും തന്നെ ഉപദ്രവിക്കുന്നവർക്കും അല്ലെങ്കിൽ തന്നെ മോശമായി പറയുന്നവർക്കും വേണ്ടി കൂടിയാണ് യേശു എന്ത് ചെയ്തത്? തൻ്റെ ജീവൻ മറുവിലയായി നൽകിയത്. ഓക്കെ, എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാപം ക്ഷമിക്കപ്പെടേണ്ടതിന്, അവരെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കേണ്ടതിന്,
അവരെ സൗഖ്യമാക്കേണ്ടതിന്, വിടുവിക്കേണ്ടതിനൊക്കെയാണ് യേശു തൻ്റെ ജീവൻ മറുവിലയായി തന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, സോ റൈറ്റ് നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൺ ദ ക്രോസ്, ക്രൂശിൽ, ജീസസ് സഫേർഡ് ഓൾ ദ പണിഷ്മെന്റ്സ്. ക്രൂശിൽ താൻ കഷ്ടമായ വേദനയിലൂടെ കടന്നുപോയി. Why? എന്തുകൊണ്ടാണ്? Because the human race fall from the grace of God. മനുഷ്യകുലം ദൈവത്തിൻ്റെ കൃപയെ വിട്ടകന്നു നടക്കുകയായിരുന്നു. People were entertaining sin or the disobedience to God. They were walking away from God. മനുഷ്യവർഗം ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് തങ്ങൾക്ക് തോന്നിയതുപോലെയും പാപത്തിലും ദൈവദ്വേഷികളായും ഭോഗത്തെ ഇഷ്ടപ്പെടുന്നവരായും പാപത്തെ ഇഷ്ടപ്പെടുന്നവരായും നടന്നു. സോ in front of God, you understand about the nature of God, the character of God. Let me share that for a little minute, okay? ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ ബൈബിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. First of all, in one side, he is full of love and compassion. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ദൈവം കൃപയും മനസ്സിലും ഉള്ള ദൈവമാണ്. ഓക്കെ, കരുണ കാണിക്കുന്ന ദൈവമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഈസ് ദ റൈറ്റ്യസ് ജഡ്ജ്. അതേസമയം താൻ നീതിയുള്ള ന്യായാധിപതിയാണ്. ജസ്റ്റ് ലൈക്ക് എ judge who is in the home as a father, but on the court he is a righteous judge, sitting on the seat of judging people. Even a child, his own child, come to the judgment place, then surely he should give the right judgment over his son also, isn't it? നമ്മളിന്ന് സാധാരണ മനസ്സിലാക്കുന്നത് പോലെ ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ജഡ്ജി വീട്ടിൽ അപ്പനായിരിക്കാം, പക്ഷെ ജോലി സ്ഥലത്ത് വരുമ്പോഴോ ജഡ്ജി ആയിരിക്കുമ്പോഴോ താൻ നീതിയോടെ ന്യായം വിധിച്ചേ മതിയാകും. ആ കോടതിയിൽ തൻ്റെ മകൻ മുൻപിൽ വന്നാൽ പോലും ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വരും? ആ ജഡ്ജിക്ക് എന്ത് ചെയ്യേണ്ടി വരും? നീതിയോടെ വിധി നടത്തേണ്ടതായിട്ട് വരും. So understand this. So in front of the eyes of God, the human race became guilty. അല്ലേ? മനുഷ്യവർഗം ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരായിരുന്നു. Now, for as individuals, he needed to give the punishment of their sins. ദൈവത്തിന് വ്യക്തിപരമായി ശിക്ഷ നൽകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ but if God poured his judgment on the people, how they could survive? How they could stand with that suffering? ദൈവം മനുഷ്യന് ന്യായവിധി നടത്തി തുടങ്ങിയാൽ മനുഷ്യൻ അതെങ്ങനെ വഹിക്കാൻ കഴിയും? മനുഷ്യൻ അതെങ്ങനെ സഹിക്കാൻ കഴിയും? Can you think about that? So in the eyes of God, or in the judgment of God, judgment eyes of God, God spoke this punishment for sin openly. ദൈവം പാപത്തിന് ഒരു ശിക്ഷ വിധിച്ചിരുന്നു. What was that? When you read in the Bible in Romans chapter 6 verse 23, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന് 23-ാം വാക്യം വായിക്കുമ്പോൾ, here the Bible says, for the wages of sin is death, but the gift of God is eternal life in Christ Jesus our Lord. So let me make it clear with you, my dear friend, to you, my dear friend. What is here saying? The wages of sin is death. What is the meaning of death? Death means separation. Especially in the Bible meaning, the word death means spiritual death. They are losing the fellowship with God. They are getting separated from the fellowship with God. That is the cause of the sin. That is the influence of the sin brings. പാപത്തിൻ്റെ സ്വാധീനം വരുത്തി തീർക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത്
ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധം വ്യക്തിക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു വ്യക്തിക്ക് നഷ്ടമായി മാറുകയാണ്. Hallelujah. And if a person continue to live in sin and living in that spiritual death condition, what happens? ഒരു മനുഷ്യൻ മരണം അനുഭവിച്ച, ആത്മീയ മരണം സംഭവിച്ച മനുഷ്യൻ അങ്ങനെ തന്നെ തുടർന്നാൽ എന്ത് സംഭവിക്കും? They becomes separated from God forever, even after this earthly life. ഈ ലോക ജീവിതത്തിന് ശേഷവും നിത്യമായി എന്ത് ചെയ്യേണ്ടതായി വരും? ദൈവത്തോട് ബന്ധമില്ലാത്ത സ്ഥലത്ത് ചെന്ന് വീഴപ്പെടേണ്ടതായിട്ട് വരും. So here the Bible is very clearly says the place where the people are falling away from the presence of God, place is called hell. The eternal separation from God, eternal punishment is spiritual death eternally. That is the place called hell. There, if a person is living in this earth without having the fellowship with the living God, then what happens? This eternally separates from the living God. Even this earth they are living without God. Now eternally also they need to be fall into hell, where the torments only the people are facing and suffering in eternal punishment place called hell. So no one wanted to go to hell. Hallelujah, isn't it? We all need to go to heaven by believing Jesus Christ as your Lord and Savior. നാം എല്ലാവരും എന്തു ആഗ്രഹിക്കേണ്ട? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്ത പാപക്ഷമയും നിത്യജീവനും പ്രാപിക്കുകയാണ് നാം ചെയ്യേണ്ടതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. What we need to, we must receive from Jesus. We must receive from Jesus the forgiveness of our sins, and at the same time the eternal life with Him forever. Hallelujah. യേശു കർത്താവ് നൽകുന്ന പാപക്ഷമ നാം പ്രാപിക്കുകയും. So when a person gets the forgiveness of sins, what happens? The presence of God restores in the lives of the people. The living God becomes real to the lives of the people. ദൈവം യേശു ക്രിസ്തുവിലൂടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തോട് അടുത്തു വരുന്ന അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. Even the Bible is promising, even when we finish our living in this earth, when we leave this earth, we will open our eyes in heaven. Eternally we will live with Jesus Christ forever. Hallelujah. ഈ ഭൂമിയിലെ നമ്മുടെ കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ കണ്ണുകൾ ഈ ഭൂമിയിൽ അടയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ കണ്ണ് തുറക്കപ്പെടുകയും നിത്യതയോളം നാം യേശുവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. Can you shout hallelujah? യേശുവേ നന്ദി എന്ന് പറയാമോ? Hallelujah. Thank you, Jesus. Now look to the word of God, my dear friends, in Isaiah chapter 53 verse 4 to 6. Here Isaiah saw about the sufferings of Jesus Christ that yet to be happened long time after, around 600 years ago, before Jesus coming to this earth. This prophet Isaiah saw in vision the sufferings of Jesus Christ. What amazing thing is it? It is recorded in the scrolls very clearly. Hallelujah. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകനാകുന്ന യെശയ്യാവ് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഹൃദയ കണ്ണുകളിൽ ദർശനത്തിൽ താൻ കണ്ടു എന്ന് നമ്മൾ കാണുന്നു. ആ കാഴ്ചപ്പാടിൽ താൻ യേശു അനുഭവിക്കുന്ന കഷ്ടതകൾ അത് കണ്ടിട്ട് ദൈവാത്മാവിൽ താൻ എഴുതിയ ഒരു എഴുത്തുണ്ട്. That is, you can see in Isaiah 53 verse 4 and 6. Let's go to that scripture, please. ആ വാക്യം ഒന്ന് നോക്കി. Isaiah chapter 53 verse 4 to 6. Let me read it first in English, then I will read it in Malayalam. Okay? ആദ്യം അത് ഇംഗ്ലീഷിൽ വായിച്ചതിന് ശേഷം അതിന് മലയാളത്തിൽ നോക്കാവേ. Surely he has borne our griefs and carried our sorrows. Yet we esteemed him stricken, smitten by God, and afflicted. But he was wounded for our transgressions to be forgiven.
He was bruised for our iniquities to be paid. The chastisement for our peace came upon him, and by his stripes we are healed. We have turned everyone to his own way, and the Lord has laid on him the iniquity of us all. Hallelujah. അതിൻ്റെ മലയാളം ഞാനൊന്ന് വായിക്കാവേ. യെശയ്യാവ് 53 അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം. ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നോക്കിയേ, വഹിച്ചു, ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. Where he was suffered those things on the cross. ക്രൂശിൽ താൻ തകർക്കപ്പെട്ടു, സഹിച്ചല്ലേ, താൻ മുറിവേറ്റു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. The chastisement of our peace came upon him. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes we were healed. Hallelujah. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. Can you guess this depth understanding of the scripture here? Jesus, he suffered all these things for what? When Jesus suffered the forgiveness of the penalty of transgressions of our life, because we have done transgression, but Jesus took the suffering, isn't it? നാം ചെയ്ത പാപത്തിന്റെ അകൃത്യത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. So what we get? If you really repent of your sins and look to Jesus and say, Jesus, please forgive my sins. നമ്മുടെ പാപങ്ങളെ, തെറ്റുകളെ അനുദപിച്ച് ക്ഷമ ചോദിച്ച് കർത്താവിലേക്ക് കൈ ഉയർത്തിയാൽ യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകും. If you look to the Lord and ask Jesus, forgive my sins, wash my sins away, make me new person, എല്ലാ പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് പുതിയ വ്യക്തിയാക്കണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായി യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണമാണ് യേശു പാപങ്ങളുടെ ശിക്ഷ ക്രൂശിലേക്കെടുത്ത്. For the sake of giving us the forgiveness of our sins, Jesus took the punishment of sins on the cross. And here the Bible is saying very clear thing. The chastisement of our peace came upon him. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. And by his stripes we are healed. യേശുവേറ്റ ഓരോ അടിയും സൗഖ്യത്തിനുള്ളതായിരുന്നു, നമ്മുടെ സൗഖ്യത്തിനുള്ളതായിരുന്നു. Hallelujah. Hallelujah. Even after Jesus suffered all these pains, Jesus died on the cross, isn't it? എല്ലാ കഷ്ടങ്ങളും യേശു സഹിച്ചതിന് ശേഷം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, അല്ലെ, തൻ്റെ ജീവൻ നൽകി. Jesus said, Father, I give my spirit in your hand. യേശു പറഞ്ഞു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. Then Jesus took his last breath. That is the Bible is saying in the scripture. അതിനുശേഷം യേശു എന്ത് ചെയ്തു? പ്രാണനെ വിട്ടു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. Okay. So, after that what happened? Jesus was laid on the tomb of a rich person. Where he was made in a tomb for his own purpose. That place, that a new area, he offered his own tomb for Jesus. And they placed in a tomb, like the tomb was like a cave. ഒരു ഗുഹ പോലത്തെ ഭാഗത്താണ് യേശുവിനെ അടക്കിയ കല്ലറയുള്ളത്. അതിനകത്ത് ശരീരം വച്ചതിന് ശേഷം, ഭൗതിക ശരീരം വച്ചതിന് ശേഷം അതിൻ്റെ വെളിഭാഗത്ത്, മുകൾ ഭാഗത്ത് വെളിയിൽ എന്ത് വയ്ക്കാറുണ്ട്? വലിയൊരു കല്ലുരുട്ടി വയ്ക്കാറുണ്ട്. ഓക്കെ. So that was the type of burial system for the rich people in Jesus' time. Okay. So this was offered, for Jesus to be
place in the tomb was offered by a disciple of Jesus Christ who was secretly followed Jesus. So that person came and did for the body of Christ. Okay. അങ്ങനെ യേശുവിനെ എന്ത് ചെയ്തു? യേശുവിനെ പിൻഗമിച്ചുകൊണ്ടിരുന്ന, രഹസ്യത്തിൽ പിൻഗമിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനാണ് തനിക്ക് വേണ്ടി, തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി വച്ചിരുന്നതായ കല്ലറ, ഒരു ഗുഹ എന്ന കല്ലറ, ശരീരത്തിൽ വയ്ക്കുന്ന ഗുഹ പോലെ ഉണ്ടാക്കിയിരുന്ന കല്ലറ. ആ കല്ലറയിൽ എന്ത് ചെയ്തു? യേശുവിൻ്റെ ഭൗതിക ശരീരം വയ്ക്കുകയും അതിൻ്റെ വെളിഭാഗത്ത് ഒരു വലിയൊരു കല്ലുരുട്ടി വയ്ക്കുകയും ചെയ്തതായ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നു. But thank God, on the third day the angels of God came and rolled the stone away. മൂന്നാമത്തെ ദിവസം ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി എന്ത് ചെയ്തു? കല്ലുരുട്ടി മാറ്റി. Hallelujah. The life of God came to the body of Jesus. യേശുവിൻ്റെ ശരീരത്തിലേക്ക് ജീവൻ പകരപ്പെട്ടു. ജീസസ് rose from the dead. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. Hallelujah. So, after the resurrection of Jesus appeared to his disciples. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. Then Jesus just explained about why he gone through such painful situation in his life. യേശു കർത്താവ് അതിനുശേഷം താൻ എന്തുകൊണ്ട് ഈ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് താൻ പറഞ്ഞു. Look to the scripture please for that to understand. Luke chapter 24 verse 46 to 49. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 46 മുതൽ 49 വരെയുള്ള വാക്യമൊന്ന് നോക്കി. I will read it first in English, then I will read it in Malayalam, okay? Then he said to them, thus it is written, thus it was necessary for the Christ to suffer and to raise from the dead the third day, and that repentance and remission of sins should be preached in his name to all nations, beginning at Jerusalem, and you are witnesses of these things. Behold, I send the promise of my Father upon you, but tarry in the city of Jerusalem until you are endued with power from on high. Glory be to God. അത് ഞാൻ മലയാളത്തിൽ വായിക്കാം. 24-ന്റെ 46 മുതൽ 49 വരെ. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. So understand this, my dear friends. In his name, തൻ്റെ നാമത്തിൽ, what are the things Jesus said? It must be preached. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ്? The repent of sins and the forgiveness of sins. മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കാൻ പറഞ്ഞു. Hallelujah. This is going on all over the world, even this era, in this age. അല്ലെ, ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് ചെയ്തു വരുന്നത്. So don't forget, the Bible is clearly says this is called the gospel message, that through Jesus Christ your sins can be forgiven. Through Jesus Christ you can get eternal life. അല്ലെ, ഇതാണ് ഇന്ന് വരെയും പ്രസംഗിച്ചു വരുന്ന ദൈവ സന്ദേശം. എന്താണ്? യേശുക്രിസ്തുവിലൂടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായി മാറാനായി കഴിയും. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാനായി കഴിയും. Hallelujah. Hallelujah. So don't forget. So that is the message of this gospel. So here when you read it in the scripture, 1 Corinthians chapter 1 verse 18, 1 Corinthians ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, here the Bible clearly says,
For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is the power of God to salvation. Hallelujah. എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായി തോന്നും, പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് രക്ഷിക്കാനുള്ള, വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷിക്കപ്പെടാനുള്ള ദൈവശക്തി വ്യാപരിക്കുന്നതാണ് ഈ സുവിശേഷ സന്ദേശം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷ സന്ദേശം. എനിക്ക് വേണ്ടി ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി ലോകത്തിൽ വന്നു, നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി, ഇനി വീണ്ടും താൻ വരും, തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ മേഘങ്ങളിൽ വരുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സുവിശേഷം. സോ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ജനത്തെ രക്ഷിക്കാനുള്ള ദൈവശക്തി അതിൻ്റെ നടുവിൽ ഇറങ്ങി ജനങ്ങൾ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കപ്പെടുമെന്നതാണ് ഈ സുവിശേഷ സന്ദേശം നമ്മോട് പറയുന്നത്. Here God is promising like this: when a person believes that Jesus came to this earth and died on the cross and rose from the dead and ascended, and he will come back again, and for me he gave his life, I believe it now. When a person confesses that, they can get the forgiveness of sins, and God will deliver them from sin, sickness, and the clutches of Satan, and from curse, and from every addiction. Jesus Christ set you free. എല്ലാ ദുർശീലങ്ങളിൽ നിന്നും, എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വിടുതലാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈവൻ ഇൻ ദ ബൈബിൾ, ഇൻ കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15 ദ ബൈബിൾ സേസ്, കൊലോസ്യർ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: having disarmed principalities and powers, he made a public spectacle of them, triumphing over them in it. Hallelujah. അതിൻ്റെ 15-ാം വാക്യം നോക്കി: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് എഴുതിയിരിക്കുന്നു. Hallelujah. This you can experience. What is the meaning of this principalities and powers? Those are the powers of darkness. വാഴ്ചകളും അധികാരങ്ങളും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പിശാചിനെ കുറിച്ചാണ്. ലോകങ്ങളിൽ വ്യാപരിക്കുന്ന അശുദ്ധ വ്യാപാരങ്ങൾ. പക്ഷെ ക്രൂശിൽ യേശു എന്ത് ചെയ്യുന്നത്? ഈ അശുദ്ധ വ്യാപാരങ്ങൾ പാപത്തിന്റെ കെട്ടുകളിൽ കിടക്കുന്ന മനുഷ്യനെയാണ് സ്വാധീനിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? യേശു കർത്താവ് എന്ത് ചെയ്തു? പിശാചിന്റെ ആയുധവർഗം ക്രൂശിൽ വെച്ച്, യേശു കർത്താവ് ക്രൂശിൽ വെച്ച് എന്ത് ചെയ്തു? പിശാചിന് ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. Hallelujah. Hallelujah. So when we preach about Jesus Christ, these all will be access in the atmosphere, activates in the atmosphere. യേശുവിൻ്റെ ഈ വിശുദ്ധ സന്ദേശം പറയുമ്പോൾ ഈ വിടിവിക്കുന്ന ദൈവകൃപയാണ് അന്തരീക്ഷത്തിൽ പകരപ്പെടുന്നത്, ദൈവപ്രവൃത്തിയാണ് ദേശങ്ങളിൽ വെളിപ്പെടുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗാഡ് ലവ്സ് യു. ഈ കാര്യം മനസ്സിലാക്കി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആൻഡ് ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യുവർ ലൈഫ്. സോ വെൻ യു understand the love of God, He will start revealing His purpose about you on this earth. About it, He will reveal it to you. Okay? ആ സ്നേഹത്തെ നിങ്ങൾ അനുഭവിച്ചു വരുന്തോറും ദൈവം തൻ്റെ ഇഷ്ടത്തെ, നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടത്തെ, നിങ്ങളെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ഇഷ്ടത്തെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. സോ ഗാഡ് വിൽ ബ്ലസ് യുവർ ലൈഫ് അമേസിംഗ്ലി. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി അനുഗ്രഹിക്കും. Let us pray together right now. If you want to accept Jesus Christ as your Lord and Savior, if you want to receive that forgiveness of sins from your life, if you want to deliver from the clutches of Satan, if you want to experience the love of God overflow in your heart, then pray with me like this, okay? നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന പാപക്ഷമ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ,
നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ നിങ്ങൾക്ക് വിടുവിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പിശാചിൻ്റെ അടിമത്തത്തിൽ നിങ്ങൾക്ക് വിടുവിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യേശു നൽകുന്ന നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്രകാരം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. ജസ്റ്റ് പ്രേ ലൈക്ക് ദിസ്: ഡിയർ ലോർഡ് ജീസസ്, ബൈ ബിലീവിങ് ഹി ലിസൺസ് യു. ഓക്കെ, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ച്: ഡിയർ ലോർഡ് ജീസസ്, കർത്താവായ യേശുവേ, ഐ കം ടു യു റൈറ്റ് നൗ ബൈ ഫെയ്ത്ത്. യേശുവേ, ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് വരികയാണ്. ഐ പ്രേ ദിസ് പ്രയർ ബൈ ഫെയ്ത്ത് ടു യു. ഞാൻ വിശ്വാസത്തോടെ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഐ ഹേർഡ് ദ മെസ്സേജ് ദാറ്റ് യു കെയിം വിത്ത് ദ സൺ ആൻഡ് യു റിവീൽഡ് ദ ലവ് ടു അവർ ലൈഫ്. യേശുവേ, അങ്ങയുടെ സ്നേഹത്തെ ഈ ലോകത്തിലേക്ക് വന്നെന്ന് വെളിപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞു. Right now I heard that you forgives our sins. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറഞ്ഞ സന്ദേശം ഞാൻ കേട്ടു. Right now I asked you to forgive my sins. യേശുവേ, ഈ സമയം ഞാൻ എൻ്റെ പാപങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ്. I repent of my sins. പാപത്തെ ഓർത്ത് അനുദപിക്കുകയാണ്. എൻ്റെ തെറ്റുകൾ ക്ഷമ ചോദിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Lord, deliver me from the sinful habits from my life. പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിച്ചാണ്. Dear Jesus, forgive my sins. യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചാണ്. Fill my heart with the love of you. യേശുവേ, അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ഉള്ളത്തെ നിറയ്ക്കണം. Right now I heard that the chastisement of my peace came upon you. എൻ്റെ സമാധാനത്തിൻ്റെ ശിക്ഷ അങ്ങ് ഏറ്റെടുത്തുവെന്ന് കേട്ടു. Right now, give it to me now. അതെനിക്ക് നൽകിയാൽ. Fill my life with your peace. സമാധാനത്താൽ എൻ്റെ ഭവനത്തെ നിറച്ചാൽ. Give me the eternal life, the eternal hope to my spirit. എൻ്റെ ആത്മാവിൽ, എൻ്റെ അന്തരംഗത്തിൽ നിത്യജീവൻ്റെ ഉറപ്പിനാൽ എന്നെ നിറച്ചാൽ, നിത്യമായി ഞാൻ ദൈവത്തോടൊത്തായിരിക്കുമെന്ന ഉറപ്പിനാൽ എൻ്റെ ഉള്ളത്തെ നിറച്ചാൽ. My dear friends, when you read in the Bible says, when you invite Jesus Christ in your life, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ, the Spirit of God will start working in your deep in your heart. ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നിമിഷം പ്രവർത്തിക്കുകയാണ്. If you want to call me through the phone, you can do it and you ask prayer right now. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് റൈറ്റ് നൗ when you pray this prayer, understand the Bible says the Spirit of God will speak to your heart that you are His child. Hallelujah, the child of God. Hallelujah. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നൊരു ഉറപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലെ, മനസ്സിലാവുന്നുണ്ട്? നിങ്ങളൊരു ദൈവ പൈതലാണെന്ന ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുകയാണ്. Hallelujah. From today onwards, the God is going to give you a fresh start in your life. ഒരു പുതിയൊരു ജീവിതം ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപാകെ വയ്ക്കുകയാണ്. Just listen Him, just follow Him, listen the word of God and attend the prayer meetings. Hallelujah. പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുക്കുക, ദൈവവചനം വായിക്കുക, മെസ്സേജുകൾ, ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുക. And God's love will become real to your life. Eternally you will be eternally safe in the hand of God. നിത്യതയോളം നിങ്ങൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. So I believe this short message has blessed your life and let God bless you. Please subscribe to my YouTube channel. ദയവായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. See you next time. God bless you. Bye bye.